14 മണിക്കൂർ ചർച്ചകൾക്കൊടുവിൽ ലോക്സഭ കടന്ന് വഖഫ് ബിൽ. വോട്ടെടുപ്പിൽ 288 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 232 പേർ ബില്ലിനെ എതിർത്തു. ബില്ലിൽ പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ തള്ളിയാണ് ബില്ല് പാസ്സായത്. അതേസമയം ബിൽ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചെയ്യുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, നീണ്ട ചർച്ചകൾ, 14 മണിക്കൂർ ചർച്ചകൾക്കൊടുവിലാണ് ലോക്സഭ കടന്നിരിക്കുന്നത് വഖഫ് ബിൽ. എങ്ങനെയൊക്കെയായിരുന്നു നടപടിക്രമങ്ങൾ? ഇന്ന് അതേ ബില്ല് തന്നെ രാജ്യസഭയിലും അവതരിപ്പിക്കും. എങ്ങനെയായിരിക്കും ഇന്നത്തെ സഭ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് 14 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ കടന്നത്. എന്തായാലും പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങളെല്ലാം, പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികളെല്ലാം തന്നെ പൂർണ്ണമായും തള്ളിയാണ് ഈ ബില്ല് ലോക്സഭ പാസ്സാക്കിയത്. ഇന്നലെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആണ് ബില്ല് അവതരിപ്പിച്ചത്. ചില കാര്യങ്ങൾ അദ്ദേഹം ബില്ല് അവതരിപ്പിച്ചതിനൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ സംയുക്ത പാർലമെന്ററി സമിതിയിൽ വിശദമായ ചർച്ച നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളുമായി അടക്കം ചർച്ച നടത്തിയതിനു ശേഷമാണ് ബില്ല് കൊണ്ടുവന്നത്. കൂടാതെ ഈ മതനേതാക്കളെ കണ്ട് അഭിപ്രായം തേടിയിരുന്നു. ഈ നിയമം, വഖഫ് നിയമം നേരത്തെയും ഭേദഗതി ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മന്ത്രി ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ സഭയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. കൂടാതെ ഈ ബില്ലിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് വഖഫ് ഭൂമികൾ നിയന്ത്രിക്കാൻ വേണ്ടിയാണ്, ആരാധനാലയങ്ങൾ നിയന്ത്രിക്കാനല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. കൂടാതെ ഈ വഖഫ് ഭൂമി പാവപ്പെട്ട മുസ്ലിങ്ങൾക്കായി ഉപയോഗിക്കും എന്നാണ് പറഞ്ഞത്. കൂടാതെ എല്ലാ വിഭാഗങ്ങളെയും ബോർഡിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഈ ബില്ലിൽ വിഭാവനം ചെയ്യുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ, ബില്ലിൻ്റെ ലക്ഷ്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ടായി. അതേസമയം തന്നെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ ഇതിനെ എതിർക്കണം, ഈ ബില്ലിനെ എതിർക്കണം എന്നൊരു കാര്യമായാണ് സഭയിൽ ഇന്നലെ എത്തിയത്. എന്തായാലും പ്രതിപക്ഷ അംഗങ്ങൾ ചില ക്രമപ്രശ്നങ്ങളെല്ലാം തന്നെ ഈ ബില്ല് അവതരിപ്പിച്ചൊരു ഘട്ടത്തിൽ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. NK പ്രേമേന്ദ്രൻ MP, അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ അടക്കമുള്ള പ്രതിപക്ഷ MP മാർ ഈ കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്തായാലും ബില്ല് അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാണ് ഇന്നലെ KC വേണുഗോപാൽ പറഞ്ഞത്. കൂടാതെ യഥാർത്ഥ ബില്ലിൽ ചർച്ച നടന്നിട്ടില്ല എന്നൊരു കാര്യം കൂടി NK പ്രേമേന്ദ്രൻ പറയുകയുണ്ടായി. ഇതിന് മറുപടിയായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. JPCക്ക് മുമ്പാകെ ഈ ബില്ല് കൊണ്ടുവന്നത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അനുസരിച്ചാണ്. കൂടാതെ ബിൽ നിയമപരമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറയുകയുണ്ടായി. പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ വാദങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി തള്ളുന്ന രീതിയിലായിരുന്നു ഭരണപക്ഷത്തിൻ്റെ ഒരു പ്രതികരണം എല്ലാം തന്നെ ഉണ്ടായത്. എന്തായാലും നീണ്ട ചർച്ചകൾ ഈ ബില്ലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. 14 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പുകളെ വോട്ടിന് തള്ളിക്കൊണ്ട് ബില്ല് ലോക്സഭ കടന്നത്. എന്തായാലും ഇന്ന് ബില്ല് രാജ്യസഭയിലേക്ക് വരികയാണ്. രാവിലെ 11 മണിക്ക് സഭ ചേരും. രാജ്യസഭയിലും ബില്ല് പാസ്സാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അംഗബലം ഭരണപക്ഷത്തെ സംബന്ധിച്ച് കൂടുതലാണ്. അതുകൊണ്ട് രാജ്യസഭയിലും വളരെ എളുപ്പത്തിൽ തന്നെ ബില്ല് പാസ്സാകും. എന്തായാലും ഈ സമ്മേളന കാലയളവിൽ തന്നെ ബില്ല് കൊണ്ടുവരാനുള്ള നീക്കം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ലോക്സഭയിലേക്ക് ഇന്നലെ വഖഫ് ഭേദഗതി ബില്ല് എത്തിയത്. പിന്നാലെ ഇന്ന് ലോക്സഭ കടക്കുന്നു, ഇന്ന് രാജ്യസഭയിലേക്ക് വരുന്നു. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഈ ബില്ല് നിയമമാകാനുള്ള സാധ്യത തന്നെയാണ്, അല്ലെങ്കിൽ നിയമമാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. എന്തായാലും ഇന്ന് സഭ അവസാനിക്കാനായി ഈ സമ്മേളന കാലയളവ് അവസാനിക്കാനായി 2 ദിവസം മാത്രമാണ് ഉള്ളത്. എന്തായാലും ഇന്ന് രാജ്യസഭയിലേക്ക് എത്തുന്നതോടെ രാജ്യസഭയും ഈ ബില്ല് കടക്കും. തുടർന്ന് ബില്ല് നിയമമാകാനുള്ള ഒരു കാലയളവ് മാത്രമാണ് ഉള്ളത്. എന്തായാലും വളരെ നീണ്ട ചർച്ചകൾ തന്നെ നടന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. പ്രതിപക്ഷ അംഗങ്ങളും ഭരണപക്ഷ അംഗങ്ങളും വലിയ രീതിയിൽ തന്നെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ പങ്കെടുക്കുന്നു, നിലപാടുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നു. കൂടാതെ ചില വാദപ്രതിവാദങ്ങളെല്ലാം തന്നെ സഭയിൽ ഉണ്ടാകുന്നു. എന്തായാലും ഭരണപക്ഷ അംഗങ്ങൾ വലിയ രീതിയിൽ തന്നെ ഈ ബില്ലിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം, പ്രതിപക്ഷത്തിൻ്റെ ഭേദഗതികളെല്ലാം തന്നെ പൂർണ്ണമായും തള്ളുന്ന സ്ഥിതി, പ്രതിപക്ഷത്തിൻ്റെ വാദങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് തന്നെയാണ് ഈ ബില്ല് പാസ്സായത്. ബില്ലിൽ എന്തായാലും 14 മണിക്കൂറിലേറെ നീണ്ട ചർച്ച തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട കാര്യം. ഈ ബില്ലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വഖഫ് സ്വത്തിൽ അവകാശം ഉന്നയിക്കാൻ രേഖ നിർബന്ധമാക്കുമെന്നതാണ് പ്രധാനമായും വരുന്നൊരു ഭേദഗതി എന്ന്, അല്ലെങ്കിൽ വ്യവസ്ഥയെന്ന് പറയേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീകളെയും അമുസ്ലിങ്ങളെയും ബോർഡിൽ ഉൾപ്പെടുത്താനും ഈ ബില്ല് നിർദ്ദേശിക്കുന്നു. അങ്ങനെ ചില കാര്യങ്ങളെല്ലാം തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ബില്ല് വരുന്നതെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും വളരെ നീണ്ട ചർച്ച തന്നെയാണ് ബില്ലിൽ നടന്നത്. 288 പേരാണ് ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തത്. അതിന്
ഉണ്ണികൃഷ്ണൻ, ബില്ല് മുസ്ലിങ്ങൾക്കെതിരെയല്ല, ഭരണഘടനാ വിരുദ്ധമല്ല എന്നുള്ള കാര്യങ്ങളാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്നലെ പറഞ്ഞത്. ഇന്ന് ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കുമ്പോൾ എന്തായിരിക്കും ആ ഒരു തീരുമാനം എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്നതല്ലേ? അതിൽ തീർച്ചയായും എന്തായാലും ഇന്ന് രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ സഭയിലേതുപോലെ തന്നെ വളരെ സമാനമായ രീതിയിൽ തന്നെയാകും രാജ്യസഭയിലെയും നടപടിക്രമങ്ങളെന്ന് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ലോക്സഭയിൽ 288 പേരാണ് ബില്ലിനെ അനുകൂലിച്ചത്, 232 പേർ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യുന്നു. പ്രതിപക്ഷം ഉന്നയിച്ച നിർദ്ദേശങ്ങളെല്ലാം തന്നെ, ഭേദഗതികളെല്ലാം തന്നെ പൂർണ്ണമായും വോട്ടിനിട്ട് തള്ളുന്നൊരു സ്ഥിതിയുമുണ്ടായി. രാജ്യസഭയിന് സമാനമായ രീതിയിൽ തന്നെ ഒറ്റക്കെട്ടായി തന്നെ ഈ ബില്ലിനെ എതിർക്കാൻ തന്നെയാകും പ്രതിപക്ഷത്തിന്റെ നീക്കം. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തന്നെ ഈ ബില്ലിനെ എതിർക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ആ രീതി ഇവിടെയും തുടരും. എന്തായാലും ചില ഭേദഗതികളെല്ലാം തന്നെ രാജ്യസഭയിലും ഉന്നയിക്കാനുള്ള സാധ്യതയും കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ന് ഈ ബില്ല് രാജ്യസഭയിലേക്ക് വരുമ്പോൾ പ്രധാനമായും ബില്ലിലെ വ്യവസ്ഥകളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ബില്ല് അവതരിപ്പിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കൂടാതെ പ്രതിപക്ഷ അംഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മറ്റ് ഭേദഗതികളെല്ലാം തന്നെ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ ലോക്സഭയിലെ പോലെ തന്നെ രാജ്യസഭയിലും ചർച്ചകളിലേക്ക് തന്നെയാണ് കടക്കാനുള്ള സാധ്യത. എന്തായാലും ഈ രാജ്യസഭയിലും ബില്ല് വളരെ എളുപ്പത്തിൽ തന്നെ പാസ്സാകാനുള്ള സാധ്യതയാണ് കാണാൻ കഴിയുന്നത്. അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ ഇത് നിയമമാകാനും കഴിയും. എന്തായാലും ഈ സമ്മേളന കാലയളവിൽ തന്നെ ബില്ല് കൊണ്ടുവരാനുള്ളൊരു നീക്കം ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് ഇന്നലെ ലോക്സഭയിൽ കൊണ്ടുവരുന്നു. വളരെ വേഗത്തിൽ തന്നെ ബില്ല് 14 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ബില്ല് പാസ്സാകുന്നു. ഇന്ന് രാജ്യസഭയിലേക്ക് വരുന്നു. എന്തായാലും ഈ സമ്മേളന കാലയളവ് കഴിയുന്നൊരു ഘട്ടത്തിൽ തന്നെ ബില്ല് നിയമമാകും. എന്തായാലും ഈ ബില്ല് നേരത്തെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ അനുസരിച്ച് തന്നെ അവർക്ക് ഈ സമ്മേളന കാലയളവിൽ കേന്ദ്ര സർക്കാരിന് ഈ ബില്ല് സഭയിലേക്ക് കൊണ്ടുവരാനായി കഴിഞ്ഞിരുന്നു എന്നതും അല്ലെങ്കിൽ കഴിഞ്ഞു എന്നതും ഏറ്റവും പ്രധാനമായും പറയേണ്ട കാര്യമാണ്. എന്തായാലും നീണ്ട ചർച്ചകൾ ലോക്സഭയിൽ നടന്നു. ഇനി രാജ്യസഭയിലേക്ക് വരുമ്പോൾ അവിടെയും ചൂടുള്ള ചർച്ചകളെല്ലാം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആതിര.